76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാജ്യം ഡൽഹിയിൽ രാവിലെ 10 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തും. തുടർന്ന് കർത്തവ്യപഥിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക പാരമ്പര്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായിരിക്കും. ഈ വർഷത്തെ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം. എന്തൊക്കെ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായതിൻ്റെ 76ാമത്തെ വർഷമാണ്. 76 അഭിമാനപൂരിതമായ വർഷങ്ങൾ അത് ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം. ഏതായാലും എല്ലാ വർഷത്തെയും പോലെ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ തന്നെയാണ് ഇന്നും ഡൽഹിയിൽ നടക്കുക. കർത്തവ്യപഥിൽ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡ് നടക്കും. രാവിലെ ആദ്യത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടി ആദരമർപ്പിക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ അകമ്പടിയോടുകൂടി കർത്തവ്യപഥിലേക്ക് എത്തും. പിന്നീട് ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ഈ പരേഡിന് തുടക്കമാകും. വ്യോമ കര നാവിക സേനകളുടെ അടക്കം വിവിധ സേനാ വിഭാഗങ്ങൾ ഈ പരേഡിൽ അണിനിരക്കും. അതിൽ സൈന്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പരേഡായിരിക്കും പ്രധാനമായും അരങ്ങേറുക. നമ്മുടെ പ്രധാനപ്പെട്ട മിസൈലുകൾ, നമ്മുടെ ടാങ്കുകൾ അടക്കം ആയുധങ്ങൾ എല്ലാം അത്തരത്തിൽ സൈന്യത്തിന്റെ ശക്തി എന്താണോ അത് കൃത്യമായി തന്നെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന, അത് വിളിച്ചോതുന്ന ഒരു സൈനിക പരേഡ് നടക്കും. വിവിധ സൈനിക വിഭാഗങ്ങൾ ഈ പരേഡിൽ അണിനിരക്കും. പിന്നീട് ഏറ്റവും ആകർഷകമായ ഒന്ന് ഈ നിശ്ചല ദൃശ്യങ്ങളാണ്. 16 സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഒക്കെയായി 31 നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ പരേഡിൽ അണിനിരക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഏതാണ്ട് 1500 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരിപാടി കൂടി ഈ പരേഡിനൊപ്പം നടക്കും. കരയിൽ മാത്രമല്ല ഒരേ സമയം ആകാശത്തും വിസ്മയങ്ങൾ തീർക്കും വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഈ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകും. ഇതോടുകൂടിയായിരിക്കും ഈ പരേഡുകളിന് അവസാനിക്കുക. ഏതായാലും രാജ്യം ഈ എല്ലാ ആഘോഷങ്ങളുടെയും നിറവിൽ തന്നെയാണ്. കർത്തവ്യപഥ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹി കർശന സുരക്ഷയിലാണ് നിലവിലുള്ളത്. ഇത്തവണ ഉള്ള ഒരു പ്രത്യേകത, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ ആണ് ഈ വർഷത്തെ മുഖ്യാതിഥി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. മാത്രമല്ല ഈ പരേഡിൽ ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെ ഒരു പ്ലറ്റൂണും അണിനിരക്കുകയും ചെയ്യും. ആന്റണി, 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലാണ് രാജ്യം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട MT വാസുദേവൻ നായർക്കടക്കം പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്ന അടക്കമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെയാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഇന്ന് പത്മവിഭൂഷൺ നൽകുകയുണ്ടായി രാജ്യം. മാത്രമല്ല കേരളത്തിൻ്റെ കായിക രംഗത്ത് കേരളത്തിൻ്റെ അഭിമാനങ്ങളായ IM വിജയൻ, അതുപോലെ തന്നെ PR ശ്രീജേഷ് അടക്കമുള്ളവരും മെഡിക്കൽ രംഗത്തെ മികവിന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധരാണ്. നിരവധി ശസ്ത്രക്രിയകൾ അടക്കം നടത്തി ഈ ചരിത്രം കുറിച്ച ആളാണ്. അദ്ദേഹത്തിന് അടക്കം ഈ പത്മ പുരസ്കാരങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പത്മ പുരസ്കാരങ്ങൾ ഇന്നലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം നടന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ചും ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നലെ ഉണ്ടായി പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും രാജ്യം നമുക്കറിയാം രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 76 വർഷങ്ങളാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടി. പിന്നീട് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. അതിനുശേഷം ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിൻ്റെ ആഘോഷം 76 വർഷങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ അതിന് ഒട്ടും മാറ്റുകുറയാതുള്ള വലിയ ആഘോഷം തന്നെയാണ് ഇന്ന് രാജ്യത്തിന് നടക്കുക. എന്നാണ് 10 മണിയോടുകൂടി തന്നെ ആ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. ശരി ആന്റണി.